എല്ലാ മാന്യ പ്രേക്ഷകർക്കും എക്സ്പെരിമെൻ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പഴയ CD ഡ്രൈവ് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു CNC റൈറ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് വളരെ വിശദമായി തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യമായിട്ട് വേണ്ടത് 2 പഴയ CD ഡ്രൈവാണ്. ഇതിനകത്തുള്ള CD റീഡിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു മെക്കാനിക്കൽ ഭാഗം നമുക്കിതുപോലെ അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം പൂർണ്ണമായിട്ടും അഴിച്ചെടുക്കണം. അഴിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റെപ്പർ മോട്ടർ ലഭിക്കും. അതുപോലെ തന്നെ 2 സൈഡിലുള്ള സ്റ്റീലിൻ്റെ 2 ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാർട്ടും കൂടി നമുക്ക് ഇതിനായിട്ട് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇത് ഗ്ലൂ ചെയ്യുന്നതിന് മുൻപായിട്ട് നന്നായി തന്നെ ഫയൽ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും നന്നായി ഫയൽ ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ക്രോസൊക്കെ മാറ്റിയിട്ടാണ് ഇത് ഫയൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് ഫയൽ ചെയ്ത് ക്രോസൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം ഇത് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. ഞാനിവിടെ ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയം കമ്പോസിറ്റ് പാനലാണ്. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനെല്ലാം സാധിക്കും. അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം.
നമുക്കിവിടെ ശ്രദ്ധിക്കാനായിട്ട് 2 കാര്യങ്ങളാണുള്ളത്. ഇത് ഈ ഷാഫ്റ്റ് നമ്മൾ ഗ്ലൂ ചെയ്യുന്ന സമയത്ത് ക്രോസ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് വളരെ സ്മൂത്തായിട്ട് ഇതിൻ്റെ ഹെഡ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലിയർ സ്പേസ് കൊടുത്തിട്ട് ഇത് ഗ്ലൂ ചെയ്യുക. ഈ ഒരു മോട്ടർ ഇവിടെ ഫിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ ഹെഡ് വന്ന് ലാസ്റ്റ് എൻഡിൽ മുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ആ ഒരു ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് ഒരു 5 mm സ്പേസ് വേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് മോട്ടർ നമുക്ക് ഇതുപോലെ ഇവിടെ ഫിക്സ് ചെയ്യാം.
അപ്പോൾ ചിലർക്കെല്ലാം ഒരു സംശയം തോന്നിക്കാണും, ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതിന് താഴത്തായിട്ടൊരു വീലിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ആ ഒരു വീല് ഒരു ജസ്റ്റ് സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. ആ ഒരു വീൽ അവിടെ നിന്നും എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ മെക്കാനിസം CNC രൂപത്തിൽ ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ബോർഡാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത്. അതിലെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു Arduino UNO R3 ബോർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൂടാതെ Arduino സപ്പോർട്ട് ചെയ്യുന്ന ഒരു CNC ഷീൽഡ് V3 എന്ന് പറയുന്ന ബോർഡും വേണം. അതുപോലെ നമ്മൾ നേരത്തെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് MG90S മൈക്രോ സെർവോ. ഈ ഒരു 3 പാർട്ടാണ് നമുക്കിതിൽ വളരെ അത്യാവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ CNC ഷീൽഡിൽ ജമ്പർ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 6 ജമ്പർ പിന്നും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ ഈ കാണുന്ന ഈ ഒരു ചെറിയ ബോർഡാണ് നമ്മുടെ CD ഡ്രൈവിനകത്തുള്ള ചെറിയ മോട്ടോർ ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ 2 ബോർഡാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്. XY ആംഗിൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ബോർഡ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൽ കാണാം XY എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ X എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഹോറിസോണ്ടൽ മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ പെന്നിൻ്റെ ഹെഡ് വെച്ചിരിക്കുന്ന മോട്ടറിൽ നിന്നും വരുന്ന വയറാണ് ഈ ഒരു X എന്ന് പറയുന്ന പോയിന്റിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ മൂവ്മെൻറ്റുള്ള ആ ഒരു മോട്ടറിൽ നിന്നും വരുന്ന വയറാണ് നമ്മൾ Y എന്ന് പറയുന്ന പോയിന്റിൽ കൊടുക്കുന്നത്. ഈ 2 വയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ റൈറ്റിങ് തലതിരിഞ്ഞ് വരാനുള്ള സാധ്യത ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാലും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ കണക്ഷൻ മാറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന പോയിൻ്റാണ്. നമുക്ക് സെർവോ മോട്ടറിൽ നിന്നും 3 വയറാണ് വരുന്നത്. അതിൽ ഓറഞ്ച് വയറാണ് സിഗ്നൽ വയർ, അതുപോലെ തന്നെ റെഡും ബ്ലാക്കും പോസിറ്റീവ് നെഗറ്റീവും. ഓറഞ്ച് വയർ വരുന്നത് Z+ എന്ന് പറയുന്ന ആ വൈറ്റ് പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് സാധാരണ Arduino ബോർഡിൽ കോഡ് അപ്ലോഡ് ചെയ്യുന്നത് പോലെ ഇതിന് കോഡൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ നമ്മൾ ബെൻബോക്സ് എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫാംവെയർ കിട്ടുന്നുണ്ട്. ആ ഫാംവെയർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 12 വോൾട്ട് DC 500 mA ഒരു അഡാപ്റ്ററാണ് വേണ്ടത്. അതുപോലെ തന്നെ ഓൺ കമ്പ്യൂട്ടറിൽ കണക്ഷൻ ആയിരിക്കുകയും വേണം. നമ്മളിവിടെ ഈ സോഫ്റ്റ്വെയറിൽ കാണുന്ന പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലേക്കും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്കും ഇതിൻ്റെ ഹെഡ് മൂവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ മൂവ് ചെയ്യാതെ ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ തല തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നതാണ്. അത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, വേറെ ഒന്നും ഇതിൽ ശ്രദ്ധിക്കാനായിട്ടില്ല. ഇനി അങ്ങനെ കൊടുത്ത് നമ്മൾ ഡ്രോയിങ് ചെയ്താലും കൂടിയിട്ട് ഇമേജ് ഓപ്പോസിറ്റ് ആവും, അത് മാത്രമാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്.